പ്രതിസന്ധികളെ അതിജീവിച്ച കൊല്ലം സ്വദേശി നിഷയ്ക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തു പകർന്നത് അവരുടെ സ്വപ്നങ്ങളാണ്. നാഷണൽ തലത്തിൽ ഹാൻഡ്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ കടമ്പകൾ പലതുണ്ട്. പക്ഷേ തോൽക്കില്ല എന്ന നിശ്ചയദാർഢ്യം വിജയത്തിലെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വനിത ഇപ്പോൾ. കൈകൾ ഉപയോഗിച്ച് ബോൾ പാസ് ചെയ്ത് എതിർ ടീമിന്റെ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി എറിയണം. ജീവിതത്തിൽ അങ്ങനെ പ്രയാസങ്ങൾ ഒത്തിരി പാസ് ചെയ്ത് ഓടിയതുകൊണ്ടാകണം നിഷയ്ക്ക് ഹാൻഡ്ബോൾ എന്ന കായിക ഇനത്തോട് ഇത്ര പ്രിയം. പഠിക്കാനൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു. സ്പോർട്സ് കോട്ടയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതിൽ നിന്ന് പഠിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്തു. സ്പോർട്സ് കോട്ടയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഫിനാൻഷ്യലി നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റി. 5ാം ക്ലാസ്സിൽ തുടങ്ങിയ ആ ഇഷ്ടം പിന്നീട് ഒരു ശീലമായി, ജീവിതത്തിന്റെ ഭാഗമായി, 43 വർഷമായി ഒപ്പമുള്ള ധൈര്യമായി. ഒരു കായിക താരമായി തുടരാൻ കുടുംബബന്ധം ത്യജിക്കേണ്ടി വന്നു. അപ്പോഴും എന്തിനും പിന്തുണയായി മക്കൾ ഒപ്പമുള്ളത് കരുത്താണ്. ശരിക്കും എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ കുട്ടികൾ തന്നെയാണ്, രണ്ടുപേരും. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അവർ രണ്ടുപേരും സ്പോർട്സൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങൾ പലതുണ്ട്, ബന്ധങ്ങളായും ബന്ധനങ്ങളായും. സാമ്പത്തികം പിന്നോട്ട് വലിക്കുമ്പോഴും വാടക വീട്ടിലെ ചുമരിലിരിക്കുന്ന അംഗീകാരങ്ങളാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാകുന്നത്. അഭിമാനമാകുന്ന അമ്മയ്ക്കൊപ്പം ഇടവും വലവും കരുതലായി കൂടെയുണ്ട് മക്കൾ ആരോണും ആൽഡ്രനും. നേടാനേറെയുണ്ട്, അവരിങ്ങനെ യാത്ര തുടരുകയാണ്. ക്യാമറാമാൻ രാജ് കിരണിനൊപ്പം സൂര്യഗായത്രി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.